അസ്സലാമലൈക്കും. എല്ലാവർക്കും ഐറൂസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു നോമ്പ് സ്പെഷ്യൽ പെരി പെരി ചിക്കൻ അൽഫഹം ആണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത്. അതിനായിട്ട് നമ്മൾ ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്, ലെഗ് പീസും എടുത്തിട്ടുണ്ട്. നല്ല വലിയ പീസാക്കി വേണം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഈ അൽഫഹം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചിക്കൻ എടുക്കേണ്ടത്. അപ്പോൾ അത് ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് ഈ ചപ്പാത്തി പരത്തുന്ന കമ്പും കൊണ്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് അടിച്ചു കൊടുക്കുകയാണ്, ഒന്ന് നിരപ്പാക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതേപോലെ ഒന്ന് വരിഞ്ഞു കൊടുക്കുക. മസാലയൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാ പീസുകളും ഇതേപോലെ നമുക്ക് വരിഞ്ഞു കൊടുക്കാം. നമ്മുടെ എല്ലാ ചിക്കൻ പീസുകളും വരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അൽഫഹത്തിന് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ചേറെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു 2 കുടം വെളുത്തുള്ളി വരും. പിന്നീട് ഞാൻ കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനൊരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് കുറച്ച് കറിവേപ്പില, കുറച്ച് കൂടുതൽ മല്ലിയില, കുറച്ച് കൂടുതൽ പുതിനയിലയും മല്ലിയിലയും കുറച്ച് കൂടുതലായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് തന്നെയാണ് ഇതിൻ്റെ ഒരു ഫ്ലേവർ എന്ന് പറയുന്നത് തന്നെ. കറിവേപ്പില കുറച്ച് മതി. അപ്പോൾ ഇത് ഇത്രയും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിലിങ്ങ് അരച്ചെടുത്തിട്ട് വരാം. അങ്ങനെ നമ്മുടെ ഒരു മസാലക്കൂട്ട് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമുക്ക് 2 മസാലക്കൂട്ടാണ് വേണ്ടത്. അപ്പോൾ ഒരു മസാലക്കൂട്ട് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതും ഇതേപോലെ ചെയ്തെടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ കുരുമുളക് മുഴുവനായിട്ടും ഇട്ട് കൊടുക്കാം. പിന്നീട് നമുക്ക് വേണ്ടത് ഒരു 7-8 പീസ് നമ്മുടെ ചുവന്ന മുളക്, വറ്റൽമുളക് എന്ന് പറയും, വറ്റൽമുളക് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല പൗഡർ, കുറച്ച് ഉപ്പ്. ഇത്രയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വെള്ളമൊന്നും ഒഴിക്കാതെ പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അങ്ങനെ നമ്മുടെ അൽഫഹത്തിൻ്റെ 2 മസാലക്കൂട്ടും ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് വിനാഗിറാണ്. വിനാഗിർ ഒരു 2 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു നാരങ്ങ കൂടി എടുക്കുന്നുണ്ട്. ഒരു നാരങ്ങ കൂടി ഇതിലേക്ക് നമുക്ക് നല്ല പിഴിഞ്ഞ് അതിൻ്റെ നീര് ഒഴിച്ചു കൊടുക്കാം. പിന്നീട് നമുക്ക് വേണ്ടത് ഓയിലാണ്. ഓയിൽ എന്ന് പറയുന്നത് ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം, സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം, സാധാ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാതിരിക്കുക. സൺഫ്ലവർ ഓയിൽ ഞാനൊരു 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് നമുക്കിത് വെള്ളമൊന്നും ഒഴിക്കാതെ നല്ല രീതിയിൽ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തിട്ട് നമ്മുടെ ചിക്കൻ പീസ് ഓരോന്നും ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് പുരട്ടിയെടുക്കുക. ഓരോ പീസും എടുത്ത് അതിൻ്റെ അകത്തേക്ക് തന്നെ ഈ മസാലയ്ക്ക് അങ്ങോട്ട് തേച്ച് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഉള്ളിലോട്ട് മസാല പിടിക്കും. അങ്ങനെ നമ്മുടെ എല്ലാ ചിക്കൻ പീസുകളും ഇട്ട് നന്നായിട്ടൊന്ന് വിരവി നല്ല അടിപൊളിയാക്കി എടുക്കുക. ഉപ്പ് നോക്കിയിട്ട് നമുക്ക് കുറച്ചും കൂടി ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് നല്ല അടിപൊളിയായിട്ട് ഞാൻ മറ്റൊരു പാത്രത്തേക്ക്, അതായത് ഫ്രിഡ്ജിൽ വെക്കുന്ന ഒരു രീതിയിലുള്ള ഒരു പാത്രത്തിലേക്ക് ഞാനിത് മാറ്റിയിട്ടുണ്ട്. നമുക്ക് ഇതൊരു 8 to 10 മണിക്കൂർ നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രീസറിൽ വെക്കണമെന്നില്ല, താഴെ നോർമൽ പ്ലേസിൽ തന്നെ വെച്ചാൽ മതി. ഫ്രിഡ്ജിൽ വേണമെങ്കിൽ വെക്കാം. ഞാനിപ്പോൾ നോർമൽ പ്ലേസിൽ തന്നെയാണ് വെക്കുന്നത്. നോർമലായിട്ടുള്ള ഒരു തണുപ്പ് മതി നമുക്ക്. ഇപ്പോൾ ഒരു 8 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. 8 മണിക്കൂറിന് ശേഷം ഞാനിത് പുറത്തെടുത്തേക്കുവാണ്. നമുക്ക് വേണം ഒരു ദിവസം ഫുള്ള് വേണമെങ്കിലും വെക്കാം. അത്രയും നല്ല രീതിയിൽ മസാല ഇതിൻ്റെ അകത്തേക്ക് പിടിക്കും. ഞാനിത് ഇന്ന് ഓവനിലാണിത് ചെയ്യുന്നത്. നമുക്ക് ഓവനിലൊന്ന് ചെയ്ത് നോക്കി. നമുക്ക് ഗിഫ്റ്റ് കിട്ടിയ ഓവനാണ്. എൻ്റെ ഹൗസ് വാമിങ്ങിന് എൻ്റെ ബെസ്റ്റ് ആയിട്ടുള്ള 2 ഫ്രണ്ട്സ് കൊണ്ടുവന്ന ഓവനാണിത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ചെയ്യാം എന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ഓരോ പീസുകളും നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. പിന്നെ ഇതിനു മുമ്പ് ഞാനൊരു 10 മിനിറ്റ് ഇത് പ്രീഹിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓവന് ഒരു 10 മിനിറ്റ് നമ്മൾ പ്രീഹിറ്റ് ചെയ്യുക. പ്രീഹിറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഓരോ പീസുകളും ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നത്. ഇതിൽ എത്രയും വെക്കാൻ പറ്റുമോ അത്രയും പീസുകൾ വെച്ച് കൊടുക്കാം. നമുക്കിതൊരു 2 സ്റ്റെപ്പായിട്ട് എനിക്കിത് ഗ്രിൽഡ് ചെയ്തെടുക്കേണ്ടതായിട്ട് വരും. കാരണം കുറച്ച് കൂടുതലായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. 45 മിനിറ്റ് കഴിഞ്ഞപ്പോഴുള്ള ഒരു സ്ഥിതി ഇതാണ്. നല്ല ഗ്രിൽഡ്, 2 സൈഡും നല്ല ഫ്രൈ ആയി ഗ്രില്ലായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഓരോന്നായിട്ട് എടുക്കാം. കൈ നല്ല ചൂടുണ്ട് ഓവനിൽ. അപ്പോൾ കൈയൊന്നും ടച്ച് ചെയ്യാതെ തന്നെ ശ്രദ്ധിച്ച് നല്ല കെയറോട് കൂടി തന്നെ നമ്മളിത് എടുക്കുക. നമുക്ക് എല്ലാം എടുത്തിട്ട് 2ാമത്തെ സെക്ഷനും നമുക്കിതേപോലെ ഗ്രില്ല് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ പെരി പെരി ചിക്കൻ അൽഫാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ കുബൂസും പൊറോട്ടയും പിന്നെ കുറച്ച് ക്യാരറ്റ്,
കുറച്ച് കുക്കുംബർ, സവാള ഇതൊക്കെ ഒന്ന് സൈഡ് ഡിഷായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം എല്ലാവരും ഇത് നോമ്പിന് ട്രൈ ചെയ്യുക. വളരെ ടേസ്റ്റിയാണ്, വളരെ ഈസിയാണ്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായി കാണുന്നതിന് വരെ ടേക്ക് കെയർ, ബൈ.